അങ്ങനെ ശിവരാജനെ പാർട്ടിയിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകാൻ 18 അടവും പയറ്റിയ സന്ദീപ് വാര്യർ അവസാനം തേഞ്ഞൊട്ടി ഇരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ശിവരാജൻ പറയുന്നത്, RSS പറഞ്ഞാൽ ആകാശത്ത് നിന്നും ഞാൻ ചാടും, കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഞാൻ ചാടും, RSS ഉയർ. ഇപ്പോൾ സന്ദീപ് വാര്യർ ആരായി എന്നുള്ള ചോദ്യം ബാക്കിയായി. എന്തിനാണ് ഈ പാലക്കാട് ഈ നാടകമൊക്കെ ഇവർ കളിച്ചത്? പാലക്കാട് കുറേ കാലമായി നാടകങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പല സൈസ് നാടകങ്ങൾ നമ്മൾ പാലക്കാട് നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നാടകം. അപ്പോൾ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഒരു അരങ്ങായിട്ട് അത് മാറി. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് മാറേക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും അതിൻ്റെ തുടർച്ചയാണ്. കാരണം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും വലിയ പ്രതീക്ഷയോട് കാത്തിരുന്നതാണ്. നിരവധി BJP കൗൺസിലർമാർ അവിടെ നിന്ന് വിട്ട് കോൺഗ്രസ്സിലേക്ക് എത്തും, അതിൻ്റെ പത്രസമ്മേളനം വരെ നടത്താനായിട്ട് അവർ ശ്രമിച്ചു എന്ന് പറയുന്ന വാർത്ത ഇങ്ങനെ വായുവിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും കാണാനില്ല. എന്താണ് കാണാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ RSS ഇറങ്ങി, പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ RSS ഇറങ്ങി ഇവരെയൊക്കെ എന്ത് ചെയ്തു? റാഞ്ചിക്കൊണ്ടുപോയി. അങ്ങനെ റാഞ്ചിക്കൊണ്ടുപോയ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ നേതാവാണ് ശിവരാജൻ. അത് നമ്മളോട് പറയുന്നതാണ്, ഞാൻ RSS എന്ത് പറഞ്ഞാലും ചെയ്യും. മരത്തിൽ നിന്ന് എന്നോട് ചാടാൻ പറഞ്ഞാൽ ഞാൻ മരത്തിൽ നിന്ന് ചാടും. ആകാശത്ത് നിന്ന് ചാടാൻ പറഞ്ഞാൽ ഇങ്ങനെ ആകാശത്തെത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എവിടെ നിന്നും ഞാൻ ചാടും. അത് ചാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചാടലല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യം എന്ന് വെച്ചാൽ ശിവരാജ ഭാഷ്യമാണ്. എന്ത് RSS പറഞ്ഞാൽ ഞാൻ ആകാശത്ത് നിന്ന് ചാടും എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ RSS പറയുന്നതിനപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല എന്നാണ് അദ്ദേഹം സന്ദീപ് വാര്യരോടും അതേപോലെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവരോടും പറഞ്ഞതെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നൊരു കാര്യം. പക്ഷേ BJPക്ക് പാലക്കാട് ഇപ്പോഴും അസ്വസ്ഥതകളുണ്ട്. അതിനകത്തുള്ള പ്രശ്നങ്ങൾ ശമിക്കുന്നില്ല. RSS കണ്ണുരുട്ടി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ RSSനെയും അതുപോലെ CPMനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകാൻ അവർ സാധാരണ രീതിയിൽ അനുവദിക്കാറില്ല. CPMൽ നിന്ന് പുറത്തു പോയതുകൊണ്ടാണ് TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് ഒരു ജനപ്രതിനിധിയെ അവർ കോൺഗ്രസ്സിലേക്ക് പോകാൻ പോകുന്നു എന്ന് അറിഞ്ഞ സമയത്ത് അവർ തട്ടിക്കൊണ്ടുപോയി. അതൊക്കെ ഈ കേഡർ സ്വഭാവമുള്ള പാർട്ടികളുടെ പൊതു സ്വഭാവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ശിവരാജനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, RSS സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നീ ഇവിടെ നിന്ന് ചാടി നോക്ക്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവരാജന് മനസ്സിലായി ചാടിയാൽ എന്താ സംഭവിക്കാമെന്ന്. പിന്നെ ചാടാൻ കാലുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ കാല് വെട്ടുമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും പറഞ്ഞാൽ മതി, കാലല്ല ജീവൻ വരും പോവും എന്ന് ശിവരാജൻ അറിയാം. അതുകൊണ്ട് ശിവരാജൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അത് കേഡർ പാർട്ടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു ശമനം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കാലുമാറ്റക്കാരുടെ ഒരു കാലുമാറ്റത്തിൻ്റെ കാലമായി അത് മാറും. ഇവർ കാലുമാറാൻ പാടില്ല. ശരിക്കും പറഞ്ഞു ഇവനെന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അതിൽ തന്നെ നിൽക്കണം. അവരത് മാറാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ മാറാം. അവർ ഇത് ഞാൻ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ്. എൻ്റെ ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പുവരുത്തിയത് ഈ പാർട്ടിയാണ്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതിൻ്റെ ഫലമായിട്ട് ജനപ്രതിനിധികളിലൊക്കെ എൻ്റെ സാധ്യതയും ഞാൻ എന്ത് ചെയ്യുന്നു, റദ്ദ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാൻ രാജിവെക്കുന്നു, എല്ലാ സ്ഥലത്തും രാജിവെക്കുന്നു. ഞാൻ പുതിയ ഒരാളായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം. അതാണ് എൻ്റെ മര്യാദ. ആ മര്യാദകൾ ഇവിടെ ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കുറേ കാലമായിട്ട് റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നൊരു പുതിയ പ്രതിഭാസം ഉണ്ടായി. അതിക്ക് മുമ്പ് ആണെന്ന് വെച്ചാൽ ആയാറാം ഗയാറാം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടായിരുന്നു. ഇതൊന്നും ശരിയായ കാര്യങ്ങളെ അല്ല. കാരണം ജനങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അയാൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള പാർട്ടിക്കും അതേപോലെ തന്നെ പ്രസ്ഥാനത്തിനും ഒപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. അല്ലാതെ സ്വതന്ത്ര എന്നയാൾക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അവർ ആ പാർട്ടി വിട്ടു പോകാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം, ആ ജനപ്രതിനിധി എന്ന് പറയുന്ന സ്ഥാനം രാജിവെക്കണം. അതിന് മുമ്പ് തയ്യാറില്ല. ഇവരെന്തിനാണ് കാലുവാരുന്നതും ചാടുന്നതും ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന കസേരകൾ കിട്ടുന്നതിനും ഉയർന്ന അധികാരം കിട്ടുന്നതിനും പണം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക്
ഈ ജനപ്രതിനിധി എന്ന നിലക്ക് ആ ജനപ്രതിനിധിയുടെ ജനപ്രാതിനിധ്യത്തോടുകൂടി ചാടിപ്പോകാൻ പോകുന്നവരെ അവരുടെ കാര്യം തല്ലുപിടിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. RSS പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അതുപോലെ CPM പറയുന്നതിലും തെറ്റില്ല. ആ രീതിയിൽ അവർ ചെയ്യണമെങ്കിൽ അവർക്ക് പോകാം, ഏത് പാർട്ടിയിലേക്കും പോകാം. പക്ഷേ അവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധി എന്ന് പറയുന്നവരുടെ സ്റ്റാമ്പ് കൂടി അഴിച്ചു വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അതല്ല അവർ ചെയ്യുന്നത്. ജനപ്രതിനിധി എന്ന നിലക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക അവകാശത്തെ വിൽറ്റ് പോകാനാണ് അവർ തീരുമാനിക്കുന്നത്. വിൽപ്പനക്ക് തയ്യാറായിട്ട് ആണ് അവർ പോകുന്നത്. അങ്ങനെ ആണ് അവരുടെ ഈ കാലമാറ്റം എന്ന് പറയുന്ന വലിയ കച്ചവടമായിട്ട്, കുതിരക്കച്ചവടം എന്ന് വിശേഷിപ്പിക്കുന്ന സമയം. അതിന് മറുപടികൾ ഇതൊക്കെ ഉള്ളൂ. ആ മറുപടി കേട്ടതിൻ്റെ ഒരു പ്രതിഫലനമാണ് ശിവരാജ വാചകമായി ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഈ സന്ദീപ് വാര്യർ ഇതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. വാജ്പേയിയുടെ പ്രസംഗം കേട്ട് BJPയിലേക്ക് വന്ന സന്ദീപ് വാര്യർ RSS ആശയങ്ങളാണ് ഞാൻ പിന്തുടർന്ന് പോകുന്നത്, RSSും BJPയും കഴിഞ്ഞ് എനിക്ക് എൻ്റെ കുടുംബം പോലുമുള്ളൂ, അതിനപ്പുറം ഞാൻ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കി വന്ന ആളാണ് സന്ദീപ് വാര്യർ. അതിൽ നിന്ന് വളർന്ന് ഒരു മുഖം നേടിയെടുത്ത ഒരാൾ കൂടിയാണ്. പിന്നീട് ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ RSS എനിക്ക് വെറും പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ BJP എനിക്ക് വെറും പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒറ്റ ദിവസം കൊണ്ട് ആശയങ്ങളെയൊക്കെ ചവിട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിലിട്ടിട്ട് എടുത്ത് കോൺഗ്രസിലേക്ക് ചാടി ഇപ്പോൾ പാർട്ടി വക്താവ് എന്ന പോസ്റ്റിംഗ് കിട്ടിയ ഒരാളാണ് സന്ദീപ് വാര്യർ. അതുപോലെ ഒരു മാറ്റം ശിവരാജനിൽ നിന്ന് പ്രതീക്ഷിക്കാമോ വരും നാളുകളിൽ? അല്ല, അത് അങ്ങനെ ചെയ്യണതിൽ നമ്മളങ്ങനെ കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് പ്രകടമാക്കേണ്ടതില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി മടുത്തു, അയാൾക്ക് ഇഷ്ടമില്ലാന്ന് തോന്നി, അയാൾക്ക് പോകാം. പക്ഷേ ആ സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് ഏതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു വെച്ചിട്ട് പോകണം എന്നുള്ളതാണ് സാമാന്യമായിട്ട് എല്ലാവരോടും ഉപദേശിക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ള രീതി. അപ്പോൾ ശിവരാജന് വേണ്ടി പോകാം. അദ്ദേഹം കൗൺസിലർ സ്ഥാനമൊക്കെ രാജിവെച്ച് അയാൾ വെറും ശിവരാജനായിട്ട് മറ്റൊരു പാർട്ടിയിൽ, അപ്പോൾ മറ്റേ പാർട്ടിക്കാർക്ക് ആവശ്യമില്ല. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യം അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു യൂട്ടേൺ ആയിരുന്നു. അതുവരെയും അദ്ദേഹം വെറുപ്പിൻ്റെ ഈ വെറുപ്പ് ശാലയിൽ പങ്കാളിയായി തീരുകയും അതൊക്കെ സ്വാംശീകരിച്ച് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം അയ്യോ ഇത് ഭയങ്കര അപകടമാണ് എന്ന് തോന്നുകയും അവിടെ നിന്ന് പിറ്റേ ദിവസം ചാടി മറ്റൊരിടത്ത് നിന്നിട്ട് സ്നേഹം വാരിക്കോരി കുടിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇതൊക്കെ ഒരുതരം വഷളം പരിപാടികളാണ് ശരിക്കും പറഞ്ഞത്. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അങ്ങനെയല്ല രൂപപ്പെട്ടു വരുന്നത്. നമ്മളൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രസ്ഥാനം നമുക്കിഷ്ടമുള്ളത് ആവണമെന്നില്ല, നമുക്ക് വിടാം അതിനെ. അങ്ങനെ വിട്ട് ഒരു ട്രാൻസിഷൻ പീരീഡിലൊക്കെ നിന്ന് പതുക്കെ നമ്മൾ വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യമായ പ്രസ്ഥാനത്തിലേക്കൊക്കെ പോകുന്നത് തെറ്റില്ലാത്തൊരു കാര്യം. അങ്ങനെയല്ല പക്ഷേ ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് വെറും അധികാരത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമായി തീരുകയും ഞാൻ മോഹിച്ചിരിക്കുന്നതായിട്ടുള്ള അധികാര കസേര എനിക്ക് കിട്ടാതെ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ചാടുകയും അതേപോലെയുള്ള മറ്റൊരു കസേര മറ്റൊരു പാർട്ടി വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് അതിൽ ചാടിക്കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് BJPയുടെ മുഴുനീള വക്താവായി RSSൻ്റെ എക്കാലത്തെയും സ്റ്റാമ്പിംഗ് രൂപമായി പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള സന്ദീപ് വാര്യരാണ് അതിനെതിരെ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടും കോൺഗ്രസിൻ്റെ വക്താവായിട്ടും മാറിത്തീരുന്നതായിരിക്കുന്നത്. അതൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞത്. ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. ആ പേപ്പറാണ് സാധാരണ നമ്മൾ ഒരു സൊല്യൂഷൻ, ഒരു ലായനി ആസിഡാണോ അതോ അത് ആൽക്കലിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ നിറം മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നാണ്. ചുവന്ന നിറം പെട്ടെന്ന് നീലയായി മാറും, അല്ലെങ്കിൽ നീല നിറം പെട്ടെന്ന് എന്ത് ചെയ്യും, ചുവപ്പായിട്ട് മാറും. ഒരു നിമിഷം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതേപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പെട്ടെന്നിങ്ങനെ ഒരു നിമിഷം കൊണ്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു ഊർജ്ജമേ ഉള്ളൂ, അത് അധികാര ഊർജ്ജം മാത്രമാണ്. ആ അധികാര ഊർജ്ജത്തിൻ്റെ പുറത്താണ് ഇവരൊക്കെ പ്രവർത്തിക്കുക. ഇപ്പോൾ RSS മുൻകാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സമയത്ത്, ഇപ്പോഴും RSS പ്രവർത്തിക്കുന്ന സമയത്ത്, RSSൻ്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് കാര്യമായ മെച്ചങ്ങളൊന്നുമില്ല. അവർ ലാത്തി എടുത്തിട്ട് ഇങ്ങനെ ചാടാൻ പോകുന്നവനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ നടക്കുന്ന സംഘം മാത്രമായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അധികാരം മുഴുവനും ഈ BJPയുടെ നേതൃനിരയിലായിട്ടുള്ള ആളുകളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചട്ടം പഠിപ്പിക്കുന്ന ആളുകൾ മാത്രമായിട്ടാണ് RSS നടക്കുന്നത് എന്നാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം അവരൊരു ഡിസിപ്ലിൻഡ് സൊസൈറ്റിയാണ്. അപ്പോൾ അവർ ആ അച്ചടക്കത്തിൻ്റെ രീതികളിൽ നടക്കും. അതിനെ ലംഘിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെ നിന്ന ആളുകൾ
അങ്ങനെ അല്ലാതെ പെരുമാറുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് എതിരെ നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശിവരാജൻ അതിനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അതിന് വിധേയനായി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് പാലക്കാട് നിന്ന് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്.